ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ആയാലോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന മിൽക്ക് ബ്രെഡ് ടോസ്റ്റ് ആണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. പിന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അത് നിങ്ങൾക്ക് വിട്ടുതരുന്നു. അപ്പോഴെങ്ങനെയാണ് നമ്മുടെ മിൽക്ക് ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ പഞ്ചസാരയും പാലും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. പഞ്ചസാര എടുക്കുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ബ്രെഡിലേക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബട്ടർ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്, എപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പി അല്ല. അതുകൊണ്ടാണ് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തോളൂ എന്ന് പറഞ്ഞത്. എപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബട്ടറൊക്കെ യൂസ് ചെയ്യുക. കൂടുതൽ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന റെസിപ്പി ആകുമ്പോൾ കൂടുതൽ ബട്ടറൊക്കെ അപ്ലൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ബ്രെഡിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അടുത്ത സൈഡിൽ ബട്ടർ അപ്ലൈ ചെയ്യുന്നത്. ബ്രെഡിന്റെ 2 സൈഡിലും ഒരുപോലെ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സോൾട്ടഡ് ബട്ടറോ അൺസോൾട്ടഡ് ബട്ടറോ യൂസ് ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. പാല് തിളപ്പിക്കാത്ത പാലാണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വരുമ്പോൾ പാല് തിളച്ച് വന്നോളും. അടുത്ത സ്ലൈസിലും ഇതുപോലെ തന്നെ ബട്ടർ അപ്ലൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബ്രെഡ് സ്ലൈസിൻ്റെ 2 സൈഡിലും ബട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം. പാൻ ചൂടാക്കിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. ചെറിയ ബർണറിൽ വെക്കുക കേട്ടോ. നമ്മളിപ്പോൾ നല്ല കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. എപ്പോഴും കട്ടിയുള്ള ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസ് വെക്കുക. എപ്പോഴും കട്ടിയുള്ള പാനായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല കട്ടിയുള്ള പാനായിരിക്കണം, ചെറിയ ഫ്ലെയിം ആയിരിക്കണം. ഒരു സ്ലൈസ് ഒന്ന് വെച്ച് ആ സൈഡ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചു വയ്ക്കാം. ഈ സൈഡ് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ബ്രെഡ് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ സൈഡിൽ കുറച്ച് പഞ്ചസാര, നിങ്ങളുടെ മധുരം എത്രയാണോ, കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അധികം മധുരം ഇട്ട് കൊടുക്കുക. വലിയ ആളുകൾക്കാകുമ്പോൾ ഒരുപാട് മധുരം വേണ്ട. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബ്രെഡിൻ്റെ ആ സൈഡും ഒന്ന് ചൂടായി വരണം. അപ്പോൾ ഫുൾ കുക്ക് ചെയ്യരുത് കേട്ടോ, ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ ഈ സൈഡ് ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് വീണ്ടും തിരിച്ചിടാം. ചെറുതായിട്ട് വീണ്ടും പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ബ്രെഡിൻ്റെ 2 സൈഡും ചൂടായി വരും. അപ്പോൾ ഒരു സൈഡ് ഒന്ന് നന്നായിട്ട് കുക്കായി വരണം. നന്നായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൗൺ ഷെയ്ഡായി വരണം. ആ പഞ്ചസാര ഇട്ട സൈഡൊന്ന് ബ്രൗൺ ഷെയ്ഡായി തുടങ്ങുന്നത് വരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം ചെറിയ ഫ്ലെയിമിൽ. ഈ അകത്തെ സൈഡ്, ഇപ്പോൾ ഈ ടോപ്പ് വന്നിരിക്കുന്ന സൈഡ് അധികം കുക്കാവണ്ട. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ സ്ലൈസ് വെച്ചിട്ട് നമുക്കിനി കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത സ്ലൈസ് ഈ സൈഡ് അധികം കുക്കാവണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി തുടങ്ങുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത സ്ലൈസ് ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഈ ബ്രെഡ് സ്ലൈസും ഒന്ന് ചൂടായി വരട്ടെ. ഇത് നമ്മൾ 2 സ്പാറ്റിലോ ചട്ടകമോ ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. രണ്ടും ഒപ്പം ഒരേ വലിപ്പത്തിൽ വരുന്ന രീതിയിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ബ്രെഡിൻ്റെ ഈ സൈഡ് കണ്ടോ കുക്കായിട്ടുണ്ട്. ഫ്ലെയിം ചെറുതായിരിക്കണം, എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ആ പാല് ബ്രെഡ് അബ്സോർബ് ചെയ്യുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ചെറിയ ഫ്ലെയിം ആയിരിക്കണം. അപ്പോൾ ഈ സൈഡിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ചുറ്റും പാൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഈ പാലൊക്കെ ഒന്ന് അബ്സോർബായി വരട്ടെ. പാൽ അബ്സോർബായി വന്നു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പാൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ പതുക്കെ മൂവ് ചെയ്തെടുക്കുക. എപ്പോഴും 2 ബ്രെഡ് സ്ലൈസും ഒരുപോലെ തന്നെ മൂവ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 2 ചട്ടകം എടുക്കാൻ പറഞ്ഞത്. നമ്മുടെ ബ്രെഡ് സ്ലൈസ് തിരിച്ചിട്ടിട്ട് ഞാൻ എന്താ ചുറ്റും അതുപോലെ തന്നെ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തും പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് നല്ല സോഫ്റ്റായി വരും കേട്ടോ. അതുപോലെ പാലൊഴിച്ച് കൊടുത്ത് ബ്രെഡ് ആ പാലിൽ കിടന്ന് കുക്കായി വരുമ്പോൾ ഈ പാല് നന്നായിട്ട് ബ്രെഡ് അബ്സോർബ് ചെയ്യണം. അതുപോലെ തന്നെ പഞ്ചസാരയും ബട്ടറും എല്ലാം നന്നായിട്ട് മെൽറ്റായി ഈ ഒരു
പാലും അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മിൽക്ക് ബ്രെഡ് ടോസ്റ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. നിങ്ങൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കണ്ടോ, ഇപ്പോൾ തന്നെ ബ്രെഡൊക്കെ സോഫ്റ്റ് ആയി കഴിഞ്ഞു. ഇനി ഇത് നേരെ പ്ലേറ്റ് ചെയ്യുക, കഴിക്കുക. ഇത്രയുള്ള പരിപാടി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി കൊടുക്കൂ. കുട്ടികൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കും. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ ഉണ്ടാക്കി കൊടുക്കുക. ചെറിയ ചൂടിൽ തന്നെ കഴിക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഹണി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ടോപ്പിൽ. ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഹണി ഒഴിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ് ഒഴിച്ചിട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നോ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.